എറണാകുളത്ത് പവർക്കട്ടിനിടെ മെഴുകുതിരിയിൽ നിന്ന് പൊള്ളലേറ്റ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. എളമക്കര സ്വദേശിനി 71 വയസ്സുള്ള മറിയം പൈലിയാണ് മരിച്ചത്. പവർക്കട്ടിനിടെ മെഴുകുതിരി കത്തിച്ചപ്പോൾ തീ വസ്ത്രത്തിലേക്ക് പടരുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിവരങ്ങളുമായി അർച്ചന കൂടി ചേരുന്നുണ്ട്. അർച്ചന, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ സംസ്ഥാനത്തുടനീളം പവർക്കട്ടാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ വൈദ്യുതി തടസ്സപ്പെടുന്നൊരു സാഹചര്യമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഏറെ സങ്കടവും അതേസമയം ദാരുണവുമായ സംഭവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 13-ാം തീയതി, ഈ മാസം 13-ാം തീയതിയാണ് ഇത്തരത്തിൽ പവർക്കട്ടിനിടെ മെഴുകുതിരി കത്തിക്കുമ്പോൾ അതിൽ നിന്ന് പൊള്ളലേറ്റത്. ഇത് മെഴുകുതിരി ദേഹത്തേക്ക് വീണ് അതിൽ നിന്ന് തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഈ ശരീരത്തിന് സ്വാധീനക്കുറവുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇതിനെ ഇടപെടാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാനോ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ ഗുരുതരമായി പൊള്ളലേക്കുന്നത്. 40% ഇവർക്ക് പൊള്ളലേറ്റിരുന്നു. എളമക്കര സ്വദേശിയായ 71 വയസ്സുള്ള മറിയം പൈലിയാണ് മരിച്ചത്. അവരെ ഈ സംഭവം നടന്ന അന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. സമീപത്തെ ആളുകളൊക്കെ കൂടിയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഒറ്റയ്ക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒറ്റയ്ക്കാണ് താമസം. അവിടുത്തെ അടുത്തുള്ള പള്ളിയും ഒപ്പം അടുത്തുള്ള ഇടവക്കാരും ഒക്കെ ചേർന്നാണ് ഇവരെ നോക്കിയിരുന്നത്. തുടർന്ന് ഇവരുടെ നിലവിളി കേട്ടാണ് ആളുകൾ ഓടിയെത്തുകയും തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ആദ്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഏകദേശം 5 ദിവസത്തിലധികമായി ഈ ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ മരണം സംഭവിക്കുന്നത്. എന്തായാലും വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. കാരണം കൊച്ചിയിൽ ഈ പവർക്കട്ട് വന്നതോടുകൂടി 3-4 തവണയൊക്കെയാണ് ഇത്തരത്തിൽ കറണ്ട് പോകുന്നത്. അതിനിടെ മെഴുകുതിരി കത്തിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അതിൽ നിന്ന് തീ പടർന്ന് ദേഹം ആകെ പൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറിയത്. അടുത്തുള്ള ആളുകളാണ് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ 5 ദിവസം കഴിയുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. 40%-ലധികം ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളടക്കം ഇന്ന് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും കൊച്ചി എളമക്കരയിലെ വീട്ടിലേക്ക് മൃതദേഹം ഇന്ന് എത്തിക്കും തന്നെയാണ് ലഭിക്കുന്ന വിവരം. ശരി, അർച്ചനയാണ് ആ വിവരങ്ങൾ നൽകിയത്.